ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ വഴി 4 മലയാള ചിത്രങ്ങളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച് മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതി വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ എന്ന സിനിമ ഇന്ന് 3-ാം ദിവസമായ ശനിയാഴ്ചയാണ് പിന്നിട്ടിരിക്കുന്നത്. ലോകമെമ്പാടുമായി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ആദ്യ ദിവസത്തെ പോലെ തന്നെ 2-ാം ദിവസവും വമ്പൻ കളക്ഷനാണ് ലോകമെമ്പാടുമായി നേടിയെടുത്തത്. ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 6,20,00,000 രൂപയാണ്. ഇത് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ ഔദ്യോഗിക പോസ്റ്റർ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. 17,30,00,000 രൂപയാണ് ഈ ചിത്രം ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത്. 2-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 3,70,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. 2-ാം ദിവസമായ വെള്ളിയാഴ്ച ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 11 കോടിയോളം രൂപയാണ്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 28 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 3-ാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് ഈ ചിത്രം കേരള കളക്ഷനായി ഏകദേശം 3,90,4 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ഇന്ന് ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 12 കോടിയോളം രൂപയാണ്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ ഈ ചിത്രം 40 കോടിയോളം രൂപ കളക്ട് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ ഞായറാഴ്ചയോടെ എന്തുകൊണ്ടും ഈ ചിത്രം 50 കോടി മറികടക്കും എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇന്നലെ മെയ് 24 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് തലവൻ. ബിജു മേനോൻ, ആസിഫ് അലി എന്നിവർ പ്രധാന താരങ്ങളായി ജിസ് ജോയി സംവിധാനം ചെയ്ത ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറ്റം തുടരുകയാണ്. ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 48 ലക്ഷം രൂപയാണ്. ഇന്ന് ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 75 ലക്ഷത്തോളം രൂപയുമാണ്. അങ്ങനെ ആദ്യ 2 ദിവസം പിന്നിടുമ്പോൾ കേരള ഗ്രോസ് കളക്ഷനായി 1,25 ലക്ഷത്തോളം രൂപ ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുകയാണ്. കേരളത്തിൽ വളരെ മികച്ച തുടക്കമാണ് ഈ ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇന്നലെ മെയ് 24 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയാണ് മന്ദാകിനി. വിനോദ് ലീല സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അൽത്താഫ് സലീം, അനാർക്കലി മരയ്ക്കാർ എന്നിവരാണ് പ്രധാന താരങ്ങൾ. ഈ ചിത്രം ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കളക്ട് ചെയ്തത് 24 ലക്ഷം രൂപയാണ്. 2-ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 27 ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് 50 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുകയാണ്. മികച്ച കളക്ഷനുമായി മുന്നേറ്റം തുടരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് സിനിമയാണ്. വിപിൻ ദാസ് സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്ന് 10-ാം ദിവസമായ ശനിയാഴ്ച പിന്നിടുമ്പോൾ കേരള ഗ്രോസ് കളക്ഷനായി ഏകദേശം 30 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരിക്കുന്നത്. 9 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 61 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഈ സിനിമ 10-ാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയോടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 64 കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ടർബോ, തലവൻ, മന്ദാകിനി, ഗുരുവായൂർ അമ്പലനടയിൽ എന്നിങ്ങനെ 4 സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.